നമസ്കാരം. നമ്മൾ വിവിധ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് പല ഉദ്യോഗാർത്ഥികളും കമന്റിൽ വന്ന് ചോദിച്ചത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ വർഷം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2024 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇനി എപ്പോഴാണ് അതിന് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്? ഇതിൻ്റെ നിലവിലുള്ള ലിസ്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഏത് വർഷമായിരിക്കും പരീക്ഷ നടക്കുക? 2025 പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ 2026 പരീക്ഷ? എന്നിങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ പല ഉദ്യോഗാർത്ഥികളും കമൻ്റ് ആയിക്കൊണ്ട് വീഡിയോകൾക്ക് താഴെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നതായിരിക്കും, എന്നാണ് നമുക്ക് അതിന് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൂടെ കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൂടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയത്ത് ലഭിക്കാൻ വേണ്ടി എല്ലാവരും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. മാത്രമല്ല, നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത യൂസേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്ട് ചെയ്യുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ റീഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ചലഞ്ചർ ആപ്പിലോട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ആപ്പിൻ്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, ആപ്പിൻ്റെ ഹോം പേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 10th ലെവൽ എന്ന് പറയുന്ന ഒരു ടൈറ്റിന് താഴെയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ കോഴ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് എടുത്തുകൊണ്ട് പഠിച്ചു തുടങ്ങും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള ബാക്കി നിലവിൽ 2024 നോട്ടിഫിക്കേഷൻ വന്ന 25 പരീക്ഷ പ്രതീക്ഷിക്കുന്നതും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളും ഈ പറയുന്ന 10th ലെവൽ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ഒരു ഭാഗം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി VFAയുടെ കാര്യത്തിലൂടെ ഒന്ന് വരികയാണെങ്കിൽ 2021 അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. 2021 സെപ്റ്റംബർ മാസം 15 ആ നോട്ടിഫിക്കേഷൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 368/2021 എന്നുള്ളതാണ് VFAയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അന്ന് 14 ജില്ലകളിലോട്ടുള്ള ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി ആയിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 21 അവസാനത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു. 22 ഇതിൻ്റെ പ്രിലിംസിൻ്റെ പരീക്ഷ നടന്നു. പ്രിലിംസിൻ്റെ പരീക്ഷ നടന്നത് 2022 ഓക്കെ. അപ്പോൾ അന്ന് ഇതിന് പ്രിലിംസും ഉണ്ട് മെയിൻസ് അങ്ങനെ 2 ഘട്ടമായിട്ട് തന്നെയാണ്. പ്രിലിംസിൻ്റെ പരീക്ഷ 2022 കഴിഞ്ഞു. 22 പ്രിലിംസിൻ്റെ പരീക്ഷ കഴിയുകയും അതിനുശേഷം 2023 മെയ് മാസം 11 ആയിരുന്നു ഇതിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷ നടന്നത്. ഓക്കെ, പ്രിലിംസ് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. മെയിൻസിൻ്റെ പരീക്ഷ മെയ് മാസം 11 2023 നടന്നു. പിന്നെ 2023 അവസാനം ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഷോർട്ട് ലിസ്റ്റൊക്കെ വന്ന് ഫൈനൽ റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ച് 2023 ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ 2023 ഡിസംബർ മാസം 1 വയനാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് വന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 1/12/2023 വയനാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. പിന്നീട് ഡിസംബറിൽ തന്നെ മറ്റു ഒട്ടനവധി ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് വന്നു. ജനുവരിയിൽ വന്നു. അങ്ങനെ അവസാനം ഫെബ്രുവരി മാസം വരെ, ഫെബ്രുവരി മാസം 22/2/2024 തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. ഇതാണ് അവസാനമായിട്ട് വന്ന റാങ്ക് ലിസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ 14 ജില്ലകളുടെ റാങ്ക് ലിസ്റ്റും 2 മാസം കൊണ്ട് ഡിസംബർ 2023 തുടങ്ങി 2024 ഫെബ്രുവരി മാസത്തിലാണ് തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ്. അങ്ങനെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം കൊണ്ടാണ് മുഴുവൻ റാങ്ക് ലിസ്റ്റുകളും വന്നു തീർന്നത്. ചുരുക്കി പറഞ്ഞാൽ 2023 ഡിസംബർ മാസം തൊട്ട് റാങ്ക് ലിസ്റ്റുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വന്ന റാങ്ക് ലിസ്റ്റ് കണക്കെടുക്കുകയാണെങ്കിൽ പോലും 3 വർഷ കാലാവധി ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 2026 ഡിസംബറോട് കൂടിയായിരിക്കും. അതായത് 2026 ഡിസംബറിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റിലുണ്ട്, 27 ജനുവരിയിലും 27 ഫെബ്രുവരിയിലും അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റ്. അപ്പോൾ 2024 ഫെബ്രുവരി മാസത്തിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് സ്വാഭാവികമായിട്ട് 2027 ഫെബ്രുവരി മാസത്തിലായിരിക്കും തിരുവനന്തപുരം ജില്ലയുടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2026 ഡിസംബറോട് കൂടി വ്യത്യസ്ത ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ അതായത് LDCക്ക് ശേഷം നമുക്കറിയാം LDC ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു തസ്തികയായിരുന്നു. LDC പരീക്ഷയ്ക്ക് പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ എടുത്ത് ഒഴിവാക്കുകയും ഒറ്റ പരീക്ഷ മെയിൻസ് മാത്രമാക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ASM എന്ന് പറയുന്ന തസ്തിക, ഈ ASM എന്ന് പറയുന്ന തസ്തികയും ഇതേപോലെ തന്നെ മുമ്പ് പ്രിലിംസും മെയിൻസും കൂടെ ചേർന്ന് നടന്നിരുന്ന ജില്ലാടിസ്ഥാനത്തിൽ നടന്നിരുന്ന ഒരു തസ്തികയായിരുന്നു. ഓക്കെ, ജില്ലാടിസ്ഥാനത്തിൽ തന്നെയാണ് ASM ഉള്ളത്. കഴിഞ്ഞ മുമ്പത്തെ നോട്ടിഫിക്കേഷനിൽ പ്രിലിംസ് നടന്നിരുന്ന പിന്നെ മെയിൻസ് നടന്നു. പക്ഷെ ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 2025 ജനുവരി മാസം 1
PSC പുറത്തിറക്കിയ ടെൻറ്ററ്റീവ് ആനുവൽ ഷെഡ്യൂളിൽ ASMനെ 2025 10th പ്രിലിംസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം അതിനെ ഒറ്റ പരീക്ഷയായിട്ട് ഒരു സെപ്പറേറ്റ്ലി തന്നെയാണ് അതിനൊരു കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിനൊരു മാസം കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാസങ്ങൾക്കിടയിൽ അതിന്റെ പരീക്ഷ നടക്കുമെന്നാണ് പറയുന്നത്. 10th പ്രിലിംസിന്റെ ഭാഗമായിട്ടുള്ള നടക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ASM ഒറ്റ പരീക്ഷയാണ്. അപ്പോൾ VFA പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ഒരു പരീക്ഷയായിരിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2026 ഇതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും ആ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ല, പ്രിലിംസും മെയിൻസും നടത്താനുള്ള സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ 2025 അവസാനത്തിലോ അല്ലെങ്കിൽ 26 തുടക്കത്തിലോ അത്തരത്തിലൊരു നീക്കത്തോട് കടക്കേണ്ടി വരും. പക്ഷേ എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായത്തിൽ ഇതിന് പ്രിലിംസ് ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്ന തസ്തികൾക്ക് പ്രിലിംസും മെയിൻസും കൂടി നടക്കുമ്പോൾ വലിയ ലാഗ് അവിടെ വരുന്നുണ്ട്. 21 വന്ന നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് 24 വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ലാഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജില്ലാടിസ്ഥാനത്തിലുള്ള തസ്തികൾക്ക് മിക്കവാറും ഇപ്പോൾ ഒറ്റ പരീക്ഷയാക്കി നടത്താൻ തന്നെയാണ് PSC തീരുമാനിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ VFAക്ക് ഒരു പരീക്ഷ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ 2025 6 മാസങ്ങൾക്ക് ശേഷം, അതായത് സെക്കൻഡ് ഹാഫിൽ ജൂണിന് ശേഷം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ 2025 അവസാനത്തിൽ, അതായത് ഇത്തവണ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്ന പോലെ ഡിസംബറിലോ നവംബറിലോ നോട്ടിഫിക്കേഷൻ വരാം. എന്നിട്ട് 2026 തുടക്കത്തിൽ ഏപ്രിലോ മെയ്യിലോ ഇതിന്റെ പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ, 2025 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് 2026 ഇതിന്റെ പരീക്ഷ നടക്കാൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ഒറ്റ പരീക്ഷയിലൂടെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് 2026 ഒരു ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ജൂണിലൊക്കെ പരീക്ഷ നടന്നാൽ പോലും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സമയമുണ്ട്. ഡിസംബറോടുകൂടി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് VFAയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ എന്തായാലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ ഉണ്ടാവില്ല, നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ട. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10th ലെവൽ നിലവിലുള്ള പരീക്ഷ നടക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. പിന്നെ മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന കുറച്ച് 10th ലെവൽ യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് 10th പ്രിലിംസിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരീക്ഷകളാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. VFAയുടെ പരീക്ഷ ഈ വർഷം നടക്കാൻ സാധ്യത കുറവാണ്. കമ്പനി ബോർഡ് LGS, ബെഫ്കോ LDC തുടങ്ങിയ നോട്ടിഫിക്കേഷൻസും ഈ വർഷം അവസാനത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത 2025 അവസാനത്തിൽ. നിലവിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പരീക്ഷകൾക്ക് നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ 10th ലെവൽ പരീക്ഷകൾക്ക് നിലവിലുള്ള സിലബസ് തന്നെയാണ് ഇനിയും ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ വരുന്ന പരീക്ഷകൾക്ക് ആ ഒരു സിലബസ് അടിസ്ഥാനത്തിൽ ആഴത്തിലുള്ള പഠനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് അത് VFA എപ്പോൾ വന്നാലും അതിന് ഉപകാരപ്പെടും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചലഞ്ചർ ആപ്പിലെ ഹോം പേജിൽ കോഴ്സ് എന്ന് പറയുന്ന ടാബുണ്ട്. ഈ കോഴ്സ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10th ലെവൽ എന്ന് പറയുന്ന ടൈറ്റിലിന് കീഴിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സപ്ലൈകോ, അതുപോലെ തന്നെ ആണെങ്കിൽ LT ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, പിന്നെ കോൺഫറൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഇവ ലാബ് അസിസ്റ്റന്റ്, അതായത് 10th പ്രിലിംസിന്റെ പരീക്ഷ, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ ഏതാണ്, ആ പരീക്ഷകളുടെ കോഴ്സ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് എഴുതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് പുറമെ യൂണിഫോം തസ്തികളായിട്ടുള്ള എല്ലാ +2 ലെവൽ പോസ്റ്റുകളും, അതായത് CPO ആവട്ടെ, അതുപോലെ തന്നെ ആണെങ്കിൽ ഫയർമാൻ ആവട്ടെ, അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ആവട്ടെ, അതിനെല്ലാത്തിനുള്ള കോഴ്സും +2 ലെവൽ എന്ന് പറയുന്ന ഭാഗത്ത് ലഭ്യമാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള, എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള, SI പോലെയുള്ള കോഴ്സുകളൊക്കെ ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന ടൈറ്റിലിന് താഴെ ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു കോഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പഠനം ആരംഭിക്കാം. നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ, ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് റെക്കോർഡ് സെഷനും ലൈവ് സെഷനും ലഭിക്കുന്ന ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.